അപ്പോൾ ഇന്ന് നമ്മുടെ കൊടുവായൂരിൽ തേരാണ് കേട്ടോ. കൊടുവായൂർ രഥോത്സവമാണ് ഇന്നൊക്കെ. ഈ മാസത്തിലെ തിരുവാതിര നാളിലാണ് കേട്ടോ ഇവിടെ തേര് നടക്കുന്നത്. കേരളത്തിലെ ശ്രീ വിശാലക്ഷ്മി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ തേരാണ് കേട്ടോ കൊടുവായൂർ തേര എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടുവായൂർ രഥോത്സവം. ഏകദേശം 650 വർഷങ്ങൾക്ക് മേലെ പഴക്കമുണ്ട് ഈ ശിവക്ഷേത്രത്തിന് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കൊടുവായൂർ ഗ്രാമത്തിലൂടെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ആന നിൽക്കുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ആനയൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ പോവാണ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വലിയൊരു കുളമുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും രാവിലെ വന്നിട്ട് ദർശനമൊക്കെ കണ്ടിട്ട് തേരിനടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ 3 തേര് നിർത്തിയിട്ടുണ്ട്. തേര് രഥപ്രയാണം ആരംഭിക്കുന്നതൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഇന്നും നാളെയായിട്ടാണ് നമ്മുടെ കൊടുവായൂർ തേര് മഹോത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ പോവാണ് കേട്ടോ ഗൈസ്. ഈ മാസത്തിൽ കൊടുവായൂരിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ കോട്ടമല വിളക്ക് കഴിഞ്ഞുള്ളൂ കേട്ടോ. ഡിസംബർ 25-ആം തീയതി ധനുപ്പത്തിനൊക്കെയാണ് കോട്ടമല വിളക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കൊടുവായൂർ തേരും നടക്കാറുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോഴും ഇവിടെ ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോട്ടോ ഗൈസ്. ഒരുപാട് കച്ചവടക്കാരൊക്കെ റോഡ് അപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയായി കൊടുവായൂർ തേര് ഉച്ചയ്ക്ക് ശേഷമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കൊടുവായൂർ രഥോത്സവ വീതിയിലൂടെ ഞാൻ പോവുകയാണ്. ഇനി നേരെ പോയിട്ട് ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലേക്കൊന്ന് പോകണം. അപ്പോൾ ഞാൻ ഞങ്ങളുടെ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതായത് എൻ്റെ അമ്മേൻ്റെ വീടാണ് ഇവിടെ ധനുപ്പത്തിന് എപ്പോഴും പാട്ട് നടക്കാറുണ്ട്. ഒരു നവരവല്ലം തട്ടി ഊരിട്ട് ഒരു താഴുമേ താഴും ഇതാ തുറന്നു മാറായര്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ, അതായത് ധനുമാസത്തിൽ ഇവിടെ പാട്ട് നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ വന്ന് ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ പോകാണ് ഗൈസ്. അപ്പോൾ ഞാൻ കൊടുവായൂർ തേരിൻ്റെ അവിടെയൊക്കെ പോയി തേരൊക്കെ കണ്ടിട്ട് തേര് വലിക്കാൻ തുടങ്ങണേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങളെ തറവാട് അമ്പലത്തിൽ പൂജ നടക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് പാട്ട് പൂജ നടക്കുന്നുണ്ട്, പാട്ട് മഹോത്സവം അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ്. അപ്പോൾ അവിടെ പോയി തൊഴുതിയിട്ട് ഞാൻ അമ്മയും കൂടി പോയി തൊഴുതിയിട്ട് വയറ്റിൽ നിന്ന് വന്നു. അപ്പോൾ വരുന്ന വഴിക്ക് വീട്ടിൽ പെങ്ങളുടെ മക്കൾ പൊടി അനിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അപ്പോഴേ വാങ്ങിയിട്ട് വന്നത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്ത് കൊടുത്ത് അവർക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടാണ്ട കേസ്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുത്തു നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് കേസ് വാങ്ങിയിരിക്കണം. നമുക്കത് എടുത്ത് കൊണ്ട് കൊടുക്കാം. എന്നാ അങ്ങനെ നിന്നോട്ടെ. 1 മിനിറ്റ്. അനുവിനും പൊടിക്ക് ഒരു സാധനം കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നോക്കട്ടെ, അവർ കണ്ണ് തുറക്കാൻ പറയാണ്. കണ്ണ് തുറക്ക്. അപ്പൊ ഞങ്ങള് കൊറേ ആയിട്ടോ ഗൈസ് കേക്ക് വാങ്ങണം പറ്റ. പക്ഷെ കുഞ്ഞു കേക്കാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല. ഇവര് കൊറേ പറയണു ഡ്രീം കേക്ക് എന്ന്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ സ്പൂൺ എടുത്തിട്ട് വാങ്ങി പോയിട്ട്
ഇതാണ് എന്റെ പുതിയ റെസിപ്പി. ഇവിടെ ഭയങ്കര സന്തോഷമായിട്ടെ ഗൈസ്. ഡ്രീം കേക്ക് കൊണ്ട് കൊടുത്തപ്പോ അത് മാത്രമായിട്ട് തിന്നാൻ പറ്റില്ല, എല്ലാം കൂടി കഴിക്കണം. അടിപൊളിയായിട്ടുണ്ടാവും. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പൊ ഞാനും അനുവും കൂടി കഴിക്കാൻ വേണ്ടി പോകുവാണത്. പൊടിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇത് മാത്രമല്ല, അപ്പൊ വേറെയൊക്കെ ഇഷ്ടപ്പെട്ടാ? വേറെയൊക്കെ കഴിക്കുവോ അനു? ഡ്രീം കേക്ക് കഴിക്കാം. ഓക്കേ, ഞാൻ ആദ്യം ഉദ്ഘാടനം ചെയ്യും. പൊടിയാണ് കേട്ടോ നമ്മുടെ. അപ്പൊ പൊടിക്ക് കിട്ടണ ഞാൻ ആക്കി കൊടുക്കാം. ആദ്യത്തെ ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ? അനു 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 അനുവിന് 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 കേട്ടോ. അനുവിന് നീ സൗമ്യക്ക് സൗ 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 വാ എന്നാ സൗ കഴിച്ചത്. വാവ്, അത് ഞാൻ ഈ ഫ്രണ്ടത്തൊന്നുമില്ല. അമ്മയോ അവങ്ക അതെങ്ങനെയുണ്ട്? ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ എന്തായാലും ചിലപ്പോൾ പാലക്കാട് ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട്, ടൈറ്റാനിക് വേണ്ട. ചിലപ്പോൾ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പാലക്കാടിലെ ടൈറ്റാനിക് വീഡിയോയുമായി കാണാം. ബൈ 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 പറ. Bye bye.